ഇന്നോവേഷൻ ഇല്ലാത്ത എല്ലാ ബിസിനസ്സും പരാജയപ്പെടും. പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇന്നോവേഷൻസ് ഇല്ലാതെ പിടിച്ചു ചെയ്യാൻ പറ്റില്ല. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ക്രിയേറ്റ് സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയത് എന്ത് ചെയ്യണം, കൊണ്ടുവരും. ഇനി ഒരു പ്രണയബന്ധത്തിലായാലും ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ എന്തിലും ആയിക്കോട്ടെ, ഒരു പുതിയത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സർപ്രൈസിന് ഭയങ്കര വാല്യൂ ഉണ്ടാവുന്നത്. എല്ലാത്തിനും ഒരു സർപ്രൈസിന് എപ്പോഴും ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോകൾ നോക്കിയാൽ ചിലപ്പോൾ സർപ്രൈസ് കോണ്ടന്റ് അല്ലെ, ഏറ്റവും കൂടുതൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ എന്തെങ്കിലുമൊക്കെ സംതിങ് ന്യൂ ആയിട്ട് എന്ത് ചെയ്യണം, എപ്പോഴും ഉണ്ടാവും. അത് ബിസിനസ്സിൽ വളരെ നിർബന്ധമാണ്. നമ്മളുടെ നിലവിലുള്ള പ്രൊഡക്റ്റിന് നമ്മുടെ അടുത്ത് കസ്റ്റമർ റീറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ന്യൂ ആയിട്ട് എന്ത് ചെയ്യണം, ഫീൽ ചെയ്യണം. ആ ഫീലിംഗ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നോവേഷൻസിനെ അപ്രോച്ച് ചെയ്യാത്ത, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, ആറാണ്ടി നടത്തി ഇന്നോവേഷൻസ് കൊണ്ടുവരാത്ത എല്ലാ സ്ഥാപനങ്ങൾക്കും പരാജയത്തിലേക്ക് പയ്യെ വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല. പ്രോഫിറ്റ് ഉണ്ടാവില്ല. ബിസിനസിന് ഗ്രോത്ത് എന്ത് ചെയ്യും, കുറഞ്ഞു. കാര്യം ഇന്നോവേഷൻ ഉള്ളവർ അതിന്റെ സൈഡിൽ കൂടെ